പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്കൊരു the day that the Lord has made, so we will rejoice and be glad in it. ഇന്നേ ദിവസം കർത്താവ് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഞാൻ സന്തോഷിച്ച് ഉല്ലസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ വാഴ്ത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഈ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ. എവ്രി ഡേ ഹിസ് mercies are new every day. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, അവന്റെ ദയ, അവന്റെ കരുണ ഓരോ ദിവസവും പുതിയതാണ്. Hallelujah. His mercies are new every day. ഓരോ ദിവസവും ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും എല്ലാം പുതിയതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മൾ ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുകയും ഒരുമിച്ച് നമ്മൾ വായിക്കുകയും എല്ലാം ചെയ്യാനായിട്ട് പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവത്തെ നോക്കാം. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവമാണ് നമ്മുടെ ഉറവിടം, ദൈവമാണ് നമ്മുടെ സോഴ്സ്. ഹല്ലേലൂയ. God is a good God. God is a mighty God. God is a powerful God. Hallelujah. God is a great God. Hallelujah. ഇത്ര നല്ല ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് സ്തുതിക്കാനും വാഴ്ത്താനും ആരാധിക്കാനും എല്ലാ കർത്താവ് നൽകുന്ന ഈ വലിയ പദവി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെത്ര വലിയതാ, അതെത്ര നല്ലതാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. Praise the Lord. Hallelujah. God is good. Hallelujah. Oh, hallelujah. His hallelujah mercy, His love endures forever. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നല്ലവൻ. ഓ ഹല്ലേലൂയ. അവന്റെ ദയ എന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നിങ്ങളോടും എന്നോടുമുള്ള നമ്മുടെ കർത്താവിന്റെ ദയ എന്നും എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളോട് എന്നോടുള്ള കർത്താവിന്റെ കരുണ എന്നും എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു, പുത്രനായ യേശു നമ്മളെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. അവിടെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മുടെ കൂടെയുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്താം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ സമയത്ത് തന്നെ ഹല്ലേലൂയ നല്ല കർത്താവിനെ ഹല്ലേലൂയ നമുക്ക് വാഴ്ത്താനും ആരാധിക്കാനും സ്തുതിക്കാനൊക്കെ ദൈവം തരുന്ന ഒരു പദവിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നിങ്ങളായിരിക്കുന്നിടത്ത് ഹല്ലേലൂയ നിങ്ങൾ അല്പസമയം ഹല്ലേലൂയ ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ 1 മണിക്കൂർ കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ തന്നപ്പോൾ നിങ്ങളത് അനുസരിച്ചില്ലേ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു എന്നാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ മറ്റു തിരക്കിനിടയിൽ മറ്റ് കാര്യങ്ങൾ വ്യാപൃതരാകാവുന്ന സമയത്ത് അതെല്ലാം മാറ്റി ഹല്ലേലൂയ യേശുവിന്റെ വചനത്തെ ശ്രദ്ധിക്കുവാൻ, യേശുവിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ, യേശുവിന്റെ വചനം കേൾക്കുവാൻ, ഹൃദയസ്ഥമാക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സമയം വേർതിരിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകുന്ന വ്യക്തിയാകുന്നു. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, those who come to him must believe that God is and is a rewarder of those who seek him. Hallelujah. ദൈവത്തെ സീക്ക് ചെയ്യുന്ന വ്യക്തിയെ, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയെ, ദൈവത്തെ തിരയുന്ന വ്യക്തിയെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവർക്ക് റിവാർഡ് കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് 2 രീതി ജീവിക്കാൻ പറ്റും. ഒന്ന് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെതായിട്ട് കാര്യങ്ങളിൽ വ്യാപൃതരായി ജീവിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ സമയത്തിന്റെ വിലയേറിയ പങ്കിലൊന്ന് ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ഹല്ലേലൂയ മാറ്റിവെക്കാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം മാർത്തയുടെയും മറിയുടെയും കാര്യം.
ഹല്ലേലൂയ. ഒരിക്കൽ യേശു അതുവഴി നടന്നു പോയപ്പോൾ, അല്ലെങ്കിൽ ബഥാന്യയുടെ തെരുവീതികളിലൂടെ രക്ഷകനായ യേശു ഹല്ലേലൂയ ശിഷ്യന്മാരോട് കൂടെ നടന്നു പോകുന്ന യേശു ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മാർത്ത എന്ന് പറയുന്ന ലാസറിന്റെ അരുമയായ സഹോദരി പ്രൈസ് ദി ലോർഡ് യേശുവിനെ ഹല്ലേലൂയ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു രക്ഷകനായ യേശു, ഉദ്ധാരകനും സൗഖ്യദായകനുമായ യേശു ഈ സഹോദരിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതയായിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ അവൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേര് മറിയ എന്നാണ്. ഹല്ലേലൂയ. മാർത്തയാണ് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് ഭവനത്തിൽ വന്നത്. എന്നാൽ മറിയ യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു, യേശുവിന്റെ മൊഴി ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർത്തയ്ക്ക് അസഹ്യതയുണ്ടായതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. മാർത്ത ഹല്ലേലൂയ കോപിച്ചു. മാർത്തയ്ക്ക് ദേഷ്യമുണ്ടായി. മാർത്തയ്ക്ക് തന്റെ പ്രിയ സഹോദരിയോട് പരിഭവം ഉണ്ടായി. താൻ ഹല്ലേലൂയ താൻ കിച്ചണിൽ ഇത്രയധികം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ സഹോദരി ഹല്ലേലൂയ ഒന്നിലും ശ്രദ്ധിക്കാതെ, ഒന്നിനെ കുറിച്ചും ഹല്ലേലൂയ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവൾ ഇവിടെ യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ വചനത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. യേശു മാർത്തയോട് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ അനേക കാര്യങ്ങളിൽ വ്യാകുലയായിരിക്കുന്നു. എന്നാൽ മറിയ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ നല്ല ഒരംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അവന്റെ വചനം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ല ഒരു അംശമാണ്, നല്ല ഒരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണ് കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന്റെ ആ സാന്നിധ്യത്തിൽ ഇന്ന് ഇതുപോലെ ഇരിക്കുവാനായി മനസ്സ് കാണിച്ച ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളെ ഓർത്ത്, നിങ്ങൾ ഓരോരുത്തരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം പ്രതിഫലം തരുന്നവനാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ, ചുറ്റുപാടുകൾ പ്രതികൂലമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ളപ്പോൾ ഹല്ലേലൂയ യേശു കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ ഹല്ലേലൂയ നാം കാണിക്കുന്ന ഈ നല്ല മനസ്സ്, നിങ്ങൾ കാണിച്ച നല്ല മനസ്സ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവം മാനിക്കാൻ പോവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹല്ലേലൂയ പ്രതിഫലം തരാൻ പോവുകയാണ്. ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ നാളുകളുടെ പ്രത്യേകത, നമുക്ക് കർത്താവിന്റെ സഹായമില്ലാതെ ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല. ഒരു ചുവട് പോലും നമുക്ക് മുമ്പോട്ട് ഹല്ലേലൂയ വയ്ക്കുവാൻ കഴിയുകയില്ല എന്ന ഹല്ലേലൂയ ഒരു സമയത്താണ് നിങ്ങൾ ഞാനുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, ഈ കർത്താവ് നമ്മുടെ രക്ഷകനാണ്. ഈ കർത്താവ് നമ്മുടെ ഹി ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമാണ്, വിശ്വാസത്തിന്റെ ഓഥറാണ്. വിശ്വാസം ആരെ ഉത്ഭവിക്കുന്നത് യേശുവിൽ നിന്നാണ്. ഹി ഈസ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നിങ്ങളല്ല നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഫിനിഷർ എന്ന് പറയുന്നത്. ഞാനല്ല, അല്ലെങ്കിൽ നാം അല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഫിനിഷർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കൊരിക്കലും ഞാൻ അന്ത്യം വരെ വിശ്വാസം കാക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ നമ്മളെ അന്ത്യം വരെ പരിപാലിക്കും. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം പറഞ്ഞ്, നമ്മൾ സ്തുതിച്ച്, നമ്മൾ നന്ദിയും പറഞ്ഞ് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിന്നാൽ മാത്രം മതി. കർത്താവ് നമ്മളെ നിർത്തും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രവചനാത്മകമായി എൻ്റെ വാക്കുകൾ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു ദോഷവും വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് നിങ്ങളെ നിർത്തും. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ നിർത്തും. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് പിശാച് കയറാൻ യേശു കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. യേശു പിശാചിനെ സർവായുധ വർഗം വെപ്പിച്ചു. നമ്മൾ തകർന്നു ഉടഞ്ഞു നശിച്ചു പോകാൻ യേശു സമ്മതിക്കത്തില്ല. ബിക്കോസ് ഹി ഈസ് ദ ഓർഡർ, ഹി ഈസ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസം ഹല്ലേലൂയ കാത്ത് എന്ന് പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞാൻ കാത്തുന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളുടെ എന്റെ വിശ്വാസം കാക്കുന്ന കർത്താവ് ഹല്ലേലൂയ അവരിന്ന് ജീവനോടുകൂടെ ഉണ്ട്. അവരിന്ന് നിങ്ങളുടെ എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ല കർത്താവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. His name is glorious. His name is mighty. His name is loving. His name is hallelujah wonderful. Hallelujah.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആളുകളുടെ എല്ലാ ദൃഷ്ടി ദൈവത്തിങ്കിൽ നിന്ന് മാറി സ്വയത്തിലേക്കും സാഹചര്യങ്ങളിലേക്ക് തിരിയുന്ന ഒരു സമയമാണ്. പാടില്ല പ്രിയമുള്ളവരെ. നമ്മുടെ സമയം, നമ്മുടെ ചുറ്റും, നമ്മുടെ ദൃഷ്ടി, our vision, our hallelujah, our aim, hallelujah, our goal should not hallelujah turn around ചെയ്യാൻ പാടില്ല. hallelujah അതിന് പറയുന്നതാണ്, നമുക്ക് എപ്പോഴും ഒറ്റ കാര്യമുള്ളൂ. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ അനുഗമിക്കാനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ സേവിക്കാനാണ്. നമ്മൾ അത് ചെയ്യുമ്പോൾ വചനം പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടൊപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് ഞാൻ പറയാം, നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ അനുഗമിക്കാനാണ്. അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ. സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ രാജ്യം, കർത്താവിന്റെ നീതി, ഹല്ലേലൂയ, അത് നമ്മൾ തേടുക. ഹല്ലേലൂയ. ബാക്കി എല്ലാം കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലിയ തിയോളജിക്കൽ ഡിസ്കഷൻ ആ തരുന്നതിനകത്ത് ചിലർ പറയുന്നു അതൊന്നുമില്ല, ചിലർ പറയുന്നു ഇതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്തെങ്കിലും ആകട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമ്മളെ പട്ടിണിക്കിടുന്നവനല്ല. നമ്മുടെ കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം സമയങ്ങളിൽ തരുന്ന നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ഇന്ന് നമുക്ക് പറയാം, കർത്താവ് അവിടുത്തെ രാജ്യത്തെ ഞാൻ തേടുകയാണ്, അവിടുത്തെ നീതിയെ ഞാൻ തേടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഫോക്കസ്, ലെറ്റ് മൈ ഫോക്കസ് ബി യുവർ കിങ്ഡം, യുവർ റൈച്ചസ്നെസ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. ഇവിടെ പാപികൾ മാനസാന്തരപ്പെടണം, ഇവിടെ രോഗികൾ സൗഖ്യമാകണം, ഇവിടെ ഇനി ആരും ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ഇനി കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല, ഇനി അനർത്ഥങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവരാജ്യം വെളിപ്പെടണം, ദൈവത്തിന്റെ സ്നേഹം ഇവിടെ വ്യാപരിക്കണം, ക്രിസ്തുവിന്റെ വിശുദ്ധി ഇവിടെ വ്യാപരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പെടണം. അനീതിയുള്ള മണ്ഡലങ്ങളിൽ, സ്വാർത്ഥതയുള്ള മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, ജഡീകത വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സാന്നിധ്യം ഇറങ്ങി വന്ന് കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ക്രിസ്തുവിന്റെ നീതി, ക്രിസ്തുവിന്റെ വിശുദ്ധി, ക്രിസ്തുവിന്റെ സ്നേഹം, ഹല്ലേലൂയ, അതെല്ലാം വ്യാപരിക്കാൻ ഇടയാകും. ഹല്ലേലൂയ. ഒരു ഗവൺമെന്റിന്, പോലീസിനോ കൗൺസിലിങ്ങിനോ ഒന്നും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നല്ല ഉപദേശങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യത്തിനാണ്. ദൈവരാജ്യം വന്ന് കഴിയുമ്പോഴാണ്, ഹല്ലേലൂയ, കൂരിരുൾ മൂടിക്കിടക്കുന്ന, ഹല്ലേലൂയ, കാട് പിടിച്ചു കിടക്കുന്നത് പോലെ, ഹല്ലേലൂയ, മുള്ളുപടർപ്പം കയറി കിടക്കുന്നത് പോലെ അന്ധകാരവും അനീതിയും പാപവും വ്യാപരിക്കുന്ന സ്ഥലങ്ങളിൽ, ഹല്ലേലൂയ, അത്തരം ഇടങ്ങളിൽ തേജസ്സേറിയ ക്രിസ്തുവിന്റെ സുവിശേഷം, ഹല്ലേലൂയ, ശക്തിയോടെ ഇറങ്ങി വരുവാൻ ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ രൂപാന്തരപ്പെടാൻ ഇടയാകും, നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടാൻ ഇടയാകും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ രൂപാന്തരപ്പെടാൻ ഇടയാകും, അവർ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകും. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം പ്രാർത്ഥിച്ചു നമുക്ക് ആരംഭിക്കാം. എന്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും ഹല്ലേലൂയ അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഗ്ലോറി കമാനാബ ഓറി ബലബരബ ശേഖ. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണോ അവിടെ ശബ്ദമുയർത്തി അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെടും, സ്തുതിക്കുമ്പോൾ അന്ധകാരം മാറും, സ്തുതിക്കുമ്പോൾ പാരമ്പര്യ ശക്തികൾ വിട്ടുമാറും, സ്തുതിക്കുമ്പോൾ രോഗങ്ങൾ മാറും. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോടല്ലേ കർത്താവ് പലതവണ പറയുന്നത്, ഷൗട്ട് ടു ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഷൗട്ട് ടു ദ ലോർഡ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൗട്ട് ടു ദ ലോർഡ് ആണ്. ഹല്ലേലൂയ. ഷൗട്ട് ടു ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ആർപ്പിടുക എന്നാണ് ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. അല്ല, ഹല്ലേലൂയ, അത്ര മാത്രമല്ല, ഷൗട്ട്
ടു ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അത്യുച്ചത്തിൽ അലറി ദൈവത്തെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. എല്ലാവരും വിചാരിക്കും നിങ്ങളുടെ ദൈവത്തിന് എന്നെ ചെവി കേൾക്കത്തില്ലേ? ദൈവത്തിന് ചെവി കേൾക്കാഞ്ഞിട്ടല്ല, നമ്മുടെ അകത്തൊരു ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മളെ സപ്രസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു കടക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. റീഖമന ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മൾ സപ്രസ് ചെയ്യുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രഷറിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ, ആ ഡിപ്രഷനിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഭാരങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ടെൻഷനുകളിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ, ഹല്ലേലൂയ, നാളെ കുറിച്ചുള്ള ഹല്ലേലൂയ ചിന്തകളിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒറ്റ വഴിയുള്ളൂ. ദൈവത്തെ സ്തുതിക്കുക, ശക്തിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Oh, we worship you, Father. We adore you, Father. We praise you, Father. We bless you, Father. We love you, Father. We glorify you, Father. Hallelujah. You are a great God. You are wonderful. You are mighty. Oh, അവിടുന്ന് സർവശക്തൻ, അങ്ങ് നല്ലവൻ, അങ്ങ് മഹോന്നതൻ, അങ്ങ് സ്നേഹവാൻ, അങ്ങ് സൃഷ്ടാവ്, അങ്ങ് രാജാതി രാജാവ്, അങ്ങ് കർത്താതി കർത്താവ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലജ്ജ കൂടാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലജ്ജ കൂടാതെ ദയവായി അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഓ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. Praise you, Lord. Hallelujah. ഓ, ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി പിതാവേ. ഓ ജീസസ്, we adore you. Jesus, we worship you. Jesus, hallelujah, we thank you. യേശു കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു കർത്താവേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചില ആളുകൾക്ക് യേശുവിന് നന്ദി പറയുന്നത് ലജ്ജയാണ്. ഹല്ലേലൂയ. യേശുവിന് നന്ദി പറയുന്നത് നല്ലതാണ്. യേശുവിന് സ്തോത്രം പറയുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. Thank you, Lord. Oh, thank you, Jesus. സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ. ഓ, ദയക്കായി നന്ദി, കരുണയ്ക്കായി നന്ദി, സ്നേഹത്തിനായി നന്ദി, പരിപാലനത്തിനായി നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. നമ്മുടെ ദൈവം നല്ലവൻ. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Glory. Hallelujah. Hallelujah. സ്തുതിക്കുന്നു കർത്താവേ. Hallelujah. Hallelujah. എന്നും നല്ലവൻ, യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ, യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ. ചതവാടിയാണ്ട് യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓഹോ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ചേർന്ന്, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ, യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരോട് ഹല്ലേലൂയ കൈപ്പായിട്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ മുറിവേറ്റ് നമ്മുടെ ഉള്ളിൽ ഭയങ്കര നീരസവും
ഭാരമായിട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ പ്രേരിപ്പിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാകുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. ഹല്ലേലൂയ. ദയവായിട്ട് അവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. ഇന്ന് രാവിലെ ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ വാക്കുകളെ കേൾക്കുന്നവരെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ആ വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ മുറിവേറ്റവരായോ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ കൈപ്പോടെയോ പിണക്കത്തോടു കൂടിയോ ഹല്ലേലൂയ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ ഒരു ദാസൻ എന്നുള്ള നിലയിൽ പറയട്ടെ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ്. ഹല്ലേലൂയ. കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഹല്ലേലൂയ, ഈ ജനത്തെ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് പിശാച് പല രീതിയിൽ കർത്താവെ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ ആത്മാവ് കർത്താവെ ഞങ്ങൾ പലപ്പോഴും മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല കർത്താവ്. അതുകൊണ്ട് ഞങ്ങളെ പലപ്പോഴും മുറിവേൽപ്പിച്ച് കർത്താവ് ഞങ്ങളുടെ മുറിവുകളിൽ പിടിച്ച് ഞങ്ങളെ പുറകോട്ട് വലിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കർത്താവ്, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിനെ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുന്നു. ക്ഷമിക്കാനുള്ള എല്ലാ വ്യക്തികളോടും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ, അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഈ പ്രഭാതം അവിടുന്ന് മുറിവുകളെ കെട്ടണമേ, എല്ലാ കയ്പുകൾ മാറട്ടെ, വിരോധമായി പറഞ്ഞ വാക്കുകളുടെ ശക്തി നിർവീര്യമാകട്ടെ, പകയുടെയും കയ്പിന്റെയും അസൂയയുടെയും വാക്കുകളുടെ ശക്തി നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ വാക്കുകളിൽ കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ഇറങ്ങി വരട്ടെ. ഇന്ന് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് അവിടുന്ന് അതിശക്തമായി ഓരോ മക്കളുടെ മേലും ഇറങ്ങി വരണമേ, ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഇറങ്ങി വരണമേ. ആധരങ്ങൾ ബലപ്പെടട്ടെ, കൈകാലുകൾ ബലപ്പെടട്ടെ, അസ്ഥികൾ യേശുവിൻ നാമത്തിൽ ബലപ്പെടട്ടെ. ഹല്ലേലൂയ. ഞരമ്പുകൾ ബലപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു ദൈവ സാന്നിധ്യം എവിടെയാണോ പ്രിയപ്പെട്ടവരുള്ളത് അവിടെ ഇറങ്ങി വരുവാൻ ഇടയാകട്ടെ. അവിടെ ഇറങ്ങി വരുവാൻ ഇടയാകട്ടെ, അവിടെ ഇറങ്ങി വരുവാൻ ഇടയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത്ഭുതകരമായ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ഈ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു, ഈ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ അവിടുത്തെ മക്കൾ കടന്നു പോകുന്നു. അനേകരുടെ സാമ്പത്തിക വഴികൾ കർത്താവെ തുറക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഈ മക്കളുടെ സാമ്പത്തിക വഴികളെ തുറക്കണമേ, നന്മയുടെ വഴികളെ തുറക്കണമേ, ജോലിയുടെ വരുമാനങ്ങളെ തുറക്കണമേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ, ഉന്നതമായ ജോലി നൽകണമേ. ഹല്ലേലൂയ. വരുമാനങ്ങളെ തുറന്നു കൊടുക്കണമേ, കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമേ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഐക്യത നൽകണമേ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യത നൽകണമേ, സ്നേഹം പകരുമാറാകണമേ, വിശുദ്ധിയിൽ നിലനിർത്തണമേ. കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റിപ്പോവാൻ അനുവദിക്കരുത്. സഹോദരി സഹോദരന്മാരും ഈ ലോകമോഹങ്ങളുടെ പിന്നാലെ പോകുവാൻ അനുവദിക്കരുത് കർത്താവേ. കയ്പിന്റെ വേര് മുളയ്ക്കുവാൻ അനുവദിക്കരുത്. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണമേ. ക്രിസ്തു എന്നുള്ള തേജസ്സേറിയ സുവിശേഷം മുറുകെ പിടിച്ച് സന്തോഷത്തോടെ, സ്തോത്രത്തോടെ, പാട്ടുകളോടെ, ആരാധനയോടെ മുമ്പോട്ട് ചുവടുകളെ വയ്ക്കുവാൻ കർത്താവ് ഓരോരുത്തരുടെ മേലും കൃപ പകരണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകളായ പ്രാർത്ഥന വിഷയങ്ങളുള്ള പ്രിയപ്പെട്ടവർ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്നു. അവരുടെ വിഷയം എത്ര ചെറുതാകട്ടെ, എത്ര മല പോലെ വലിയതാകട്ടെ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ തിരുമുമ്പാകെ ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ശത്രു രോഗങ്ങൾ മുഖാന്തരം, ബാധകൾ മുഖാന്തരം, ഹല്ലേലൂയ, പാൻഡമിക് മുഖാന്തരം ഒക്കെ വരുമാനങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന സഹോദരങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വരുമാന വഴികൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നൽകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ബുദ്ധിമുട്ടുകൾ മാറുവാൻ തക്കവണ്ണം, വാരി വിതറി കൊടുക്കുവാൻ തക്കവണ്ണം എല്ലാ കരങ്ങളെ നിറയ്ക്കണമേ, എല്ലാ അക്കൗണ്ടുകളെ നിറയ്ക്കണമേ, എല്ലാ പേഴ്സുകളെ നിറയ്ക്കണമേ. ഭവനങ്ങളിൽ ആരെങ്കിലും ശൂന്യതയോടെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരുടെയെങ്കിലും കുടുംബത്തിൽപ്പെട്ടവർ ശൂന്യതയിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവജനമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവരുടെ മേൽ അവിടുത്തെ സമൃദ്ധി പകരണമേ,
അവിടുന്ന് നിറവ് പകരണമേ. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കണമേ. മലാഖിയുടെ പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ സ്ഥലം പോരാതെ വരുവോളം നിന്നെ അനുഗ്രഹിക്കാമെന്നുള്ള വാഗ്ദത്തം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിറവേറുമാറാകണം. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ദിവസങ്ങളിൽ കർത്താവെ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കുവാൻ കഴിയാതെ, മീറ്റിങ്ങുകൾക്ക് കടന്നു വരാൻ കഴിയാതെ, സൂമിൽ കയറാൻ കഴിയാതെ, ഫേസ്ബുക്ക് ലൈവിൽ പോലും കടന്നു വരാൻ കഴിയാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാൻ വഴി തുറന്നു കൊടുക്കണമേ. സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കണമേ. അവരുടെ തിരക്കുകളെ മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ഓരോരുത്തർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. പൊതുവഴികളെ തുറക്കണമേ. പൊതുവാതിലുകളെ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ശാരീരികമായി പ്രയാസത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കർത്താവെ. അവരെ ഓരോരുത്തരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യദായകനാണ്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞ ആ ശതാധിപൻ യേശുവേ അങ്ങയുടെ അടുക്ക വന്നിട്ട് അങ്ങയോട് പറഞ്ഞല്ലോ, യേശുവേ അവിടുന്ന് എന്റെ പുരയ്ക്കകത്ത് വരുക, ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ദാസ സൗഖ്യമാകും. ഈ പ്രഭാതത്തിൽ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ കാലിന് പ്രയാസമായി സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഞങ്ങളുടെ പ്രിയ ജോസി ബ്രദറിനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കോവിഡിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ. ഓരോരുത്തരും സന്ദർശിക്കണമേ. അവരുടെ ശരീരങ്ങളിലെ ബലം പകരുമാറാകണമേ. ഹല്ലേലൂയ. അവർക്ക് ജീവൻ പകരണമേ. സജീവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിന് വേണ്ടി, ജോനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കരം നീട്ടി ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. കരം നീട്ടി അവരെ തൊടണമേ. അവരെ വിടുവിക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവേ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ പുതുവഴികൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രതീക്ഷയോടെ ഓരോ ദിവസം കാത്തിരിക്കുന്നു അവിടുത്തെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അവർക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടട്ടെ. അത്ഭുതകരമായി അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടട്ടെ. അത്ഭുതകരമായി അവർക്ക് വേണ്ടി ഹല്ലേലൂയ പുതുവഴികൾ തുറന്ന് ഹല്ലേലൂയ അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹം നടക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവാഹപ്രായമായി ഇതുവരെ തക്കതായിട്ടുള്ള തുണകളെ കിട്ടാത്ത എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടി, ആൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവഹിതമല്ലാത്ത എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവഹിതമല്ലാത്ത every hindrance be removed in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ ദൈവഹിത പ്രകാരമുള്ള ആലോചനകളെ അവരുടെ കുടുംബത്തിൽ കടന്നു വരാൻ ഇടയാക്കണമേ. തക്കതായിട്ടുള്ള ഹല്ലേലൂയ ആലോചനകളെ കർത്താവെ ഇങ്ങോട്ട് തേടി വരുവാൻ ഇടയാകണം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ വിവാഹം നടക്കണമേ. സമാധാനമുള്ള കുടുംബജീവിതം നൽകണമേ. മാതൃകയുള്ള കുടുംബജീവിതം നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകണമേ. ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരും കർത്താവേ ഹല്ലേലൂയ ഫലശൂന്യരാകുവാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഫലം നൽകുന്നവനാണ്. ഈ ആലടി അവിടുത്തെ കൽപ്പനയാണ്. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ and fill the earth, have dominion. Hallelujah. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. എല്ലാവരും ഫ്രൂട്ട്ഫുൾ ആയി മാറട്ടെ. എല്ലാവരും ഫലമുള്ളവരായി മാറട്ടെ. എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യട്ടെ. എല്ലാവരും വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ പെരുകട്ടെ യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങൾ ഫലമുള്ളതായി മാറട്ടെ. ഫാമിലി ലൈഫ് ബി ഫ്രൂട്ട്ഫുൾ ഇൻ ജീസസ് നെയിം. Our business life be fruitful in Jesus name. Spiritual life be fruitful in Jesus name. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങളെ ചെയ്യണം കർത്താവെ. കടഭാരത്തിലായിരിക്കുന്നു. ഒരു ചെറിയ 100 രൂപയുടെ കടം മുതൽ കർത്താവെ വലിയ തുക കടമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ലോണൊക്കെ എടുത്ത് കടമൊക്കെ അടയ്ക്കാൻ വേണ്ടി ആലൊരു ബാക്കിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, സാഹചര്യമൊക്കെ പ്രതികൂലമാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവാണ്. എല്ലാ ലോണുകളും അടച്ചു തീർക്കത്തക്കവണ്ണം, എല്ലാ കടങ്ങളും അല്ലെങ്കിൽ മാറിപ്പോകത്തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിന്റെ ഒരു അത്ഭുതം നടക്കേണ്ടതിനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഈ ആഴ്ച ദൈവം ഹല്ലേലൂയ ഈ ആഴ്ച ദൈവം എൻ്റെ കടങ്ങൾ മാറ്റുന്ന ആഴ്ചയാണ്. ഈ മാസം ജൂലൈ മാസം ദൈവം എൻ്റെ കടങ്ങളെ മാറ്റുന്ന എല്ലാ കടങ്ങളും തീർക്കുന്ന മാസമാണ്.
ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാ കടങ്ങളും ഇളച്ചു കിട്ടുന്ന മാസമാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മളുള്ളത്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോണുകൾ അടച്ചു തീർക്കണ്ട, കടങ്ങൾ തീർക്കേണ്ട എല്ലാ സഹോദരങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കടഭാരത്തിലായിരിക്കുന്ന ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അവരുടെ കടങ്ങൾ പൂർണ്ണമായി അടച്ചു തീർക്കത്തക്കവണ്ണം കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഏലിയാവിന്റെ എലീശയുടെയൊക്കെ കാലത്ത് കടങ്ങൾ തീർക്കേണ്ടതിന് വേണ്ടി അത്ഭുതകരമായി വഴി തുറന്നതുപോലെ എണ്ണ പാത്രത്തിൽ എണ്ണ നിറച്ച് വിൽപ്പന നടത്തി അവർ കടങ്ങൾ വീട്ടിയതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കടങ്ങളെല്ലാം മാറട്ടെ, കടങ്ങളെല്ലാം മാറട്ടെ. യേശുവിനകത്ത് കടങ്ങളെല്ലാം മാറട്ടെ, യേശുവിനകത്ത് കടങ്ങളെല്ലാം മാറട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഭവനങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭവനത്തിന് വേണ്ടി കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അപമാനം അനുഭവിക്കുന്നവരുണ്ട്, ലജ്ജ അനുഭവിക്കുന്നവരുണ്ട്, ദിവസവും മുറിവേൽക്കുന്നവരുണ്ട്. അത്ര ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു ഭവനത്തിന്റെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ദയവായി വിശ്വസിച്ചാട്ടെ, ഈ പ്രഭാതി വിശ്വസിച്ചാട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിന്റെ പണികൾ ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഞങ്ങൾ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു, അവരുടെ ഭവനത്തിന്റെ പണി കർത്താവ് പൂർത്തിയാക്കണമേ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുന്നു. കർത്താവ് ഇറങ്ങി വന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങളെ ഭവനത്തെ പണിയണമേ, പ്രിയ സഹോദരങ്ങളുടെ ഭവനത്തെ പണിയണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തെ പണിയണമേ, അവരുടെ വീട് പണി പൂർത്തിയാക്കണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം കർത്താവ് തുറന്നു കൊടുക്കണമേ. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുമാറാകണമേ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റത്തോളം കൈവശമായി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ തേജസ്സേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭിക്കട്ടെ, ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കാളും വലിയതായി ഈ ഭൂമി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിന്റെ നിറവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫുൾനെസ് ഓഫ് ദി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. ആത്മാവിന്റെ നിറവ് എന്റെ മേൽ പകരണമേ. ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നെഞ്ചത്തൊക്കെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ, അല്ലെങ്കിൽ ശിരസിന്മേലൊക്കെ അവരവരുടെ തന്നെ കരങ്ങൾ വെച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു സ്നാനപ്പെട്ട് ജലത്തിൽ നിന്ന് മുകളിലേക്ക് കയറിയപ്പോൾ യേശു സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വന്നതുപോലെ പെന്തക്കോസ്ത് നാളിൽ 120 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ അഗ്നിനാവുകളുടെ സാദൃശ്യത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകളെ കേൾക്കുന്ന ഈ സഹോദരന്മാരുടെ മേൽ, ഈ മാതാവിന്റെയും പിതാവിന്റെയും മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ, യൗവനക്കാരുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പകർന്നാട്ടെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പകർന്നാട്ടെ, ആത്മശക്തി പകർന്നാട്ടെ, ആത്മസാന്നിധ്യം പകർന്നാട്ടെ, ആത്മീക അഭിഷേകം പകർന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ, ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ, ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ, ആത്മനിറവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയപ്പെടട്ടെ. ഇവർക്ക് പുതുഭാഷകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് പുതുഭാഷകൾ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. പുതിയ പാട്ടുകൾ അധരങ്ങളിൽ നിന്ന് വരട്ടെ, സ്തോത്ര ഗീതങ്ങൾ അധരങ്ങളിൽ നിന്ന് വരട്ടെ. ഇടവിടാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ, ഹല്ലേലൂയ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനുള്ള കൃപ, ഹല്ലേലൂയ, ഇവിടെ പകരപ്പെടട്ടെ. കർത്താവിന്റെ വാക്കുകളെ കേൾക്കുന്ന ഓരോ വ്യക്തിയും 100 കണക്കിന് ആത്മാക്കളെ നേടി സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കുന്നവരായി കർത്താവ് മാറ്റുന്നതിനായി നന്ദി പറയും. ദൈവരാജ്യത്തിന്റെ വക്താക്കളായി, ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായി കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ ഓരോരുത്തരും എവിടെയാണ് നിയമിച്ചിരിക്കുന്നത് അവിടെ കർത്താവെ ആയിരിക്കുക. കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ പ്രാരംഭമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചർച്ചിൽ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിയനൊക്കെ എടുത്തിട്ട് കുറെ നാളായെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് കടന്നു വരാനായിട്ട് മറക്കരുത്. ബുധനാഴ്ച രാവിലെ 10 മുതൽ 12 വരെ, വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ 7 മുതൽ 8 വരെ, ഞായറാഴ്ചകളിൽ 11:15 മുതൽ 12:15 വരെ,
12:30 മുതൽ 1:30 വരെയൊക്കെ ആരാധന നടക്കുന്നു. ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്ക് 15 പേർക്ക് വീതം കൂടാം. നമുക്ക് 2 ഹോളുണ്ട്, അവിടെ ആളുകൾക്ക് കൂടാൻ കഴിയും. നിങ്ങൾക്ക് കടന്നു വരണം. ഞങ്ങൾ കർത്തൃമാവിൻ്റെ മേശയും ഹല്ലേലൂയ ഒന്നുമില്ലാതെ അധികം നാൾ നടക്കരുത്. നമ്മൾ ഒരുമിച്ച് വചനവും കൂട്ടായ്മ എല്ലാം ആചരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കർത്താവ് നമ്മളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കും. കർത്താവ് നമ്മളെ കാക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പരിപാലിക്കും. അതിനുവേണ്ടി നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോൺ 14. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്, ഒരു അധ്യായമാണ് യോഹന്നാൻ 14. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. യോഹന്നാന്റെ സുവിശേഷം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 14-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Glory. Hallelujah. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾക്ക് ബൈബിളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. 14-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ബൈബിളിലെ നമ്മൾ വീട്ടിൽ ജനിക്കപ്പെട്ട് കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് നമ്മൾ പ്രൈസ് ദി ലോർഡ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ ഒരു ഡിസൈപ്പിളായി, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായി പലതവണ വായിച്ച് അല്ലെങ്കിൽ റീഡ് ആൻഡ് മെഡിറ്റേറ്റ് ചെയ്യേണ്ട, വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ദൈവവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 അധ്യായം. യോഹന്നാൻ 14, 15, 16, 17. യോഹന്നാന്റെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പലതവണ വായിക്കണം, പലതവണ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14 മുതലുള്ള അധ്യായങ്ങളുടെ പ്രത്യേകത, അത് നമ്മുടെ ആത്മീക വളർച്ചയെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയുടെ രഹസ്യങ്ങളെ ഹല്ലേലൂയ ശക്തമായി ഹല്ലേലൂയ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വചന പഠന ഭാഗങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വ്യക്തിപരമായി ചില സമയത്ത് ഇതുപോലെ കോവിഡ് പോലെ അല്ലെങ്കിൽ ഇതുപോലെ മഹാമാരി പോലെ നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മീകമായിട്ടുള്ള ഉയർച്ചയ്ക്ക്, ആത്മീകമായിട്ടുള്ള മുന്നേറ്റത്തിനൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ പലതവണ വായിക്കുവാനും പലതവണ ധ്യാനിക്കുവാനും മറന്നുപോകരുത്, നാം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു കർത്താവ് ഹല്ലേലൂയ അനേക കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ അവിടെ യേശു കർത്താവ് പറയുന്ന പ്രൈസ് ദി ലോർഡ് പല കാര്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് പറയാണ് ഹല്ലേലൂയ. ഈ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവിന് പറയാനായിട്ടുള്ളത് എന്താണ്? ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം ഒരു വിഷയത്തിന്റെ മുകളിലും കലങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. എന്ത് രാവിലെ കർത്താവ് പറയുന്ന ഈ കാര്യം എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു സാഹചര്യമായാലും ഒരു വിഷയം വന്നാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം കലങ്ങാൻ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. Let your heart never be troubled.
പ്രൈസ് ലോർഡ്. ഹൃദയം കലങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം ആകെ ആകുലപ്പെട്ട് ടെൻഷൻ അടിച്ച് ഹല്ലേലൂയ എന്താകും, എവിടെത്തും എന്നൊരു ചിന്തയിലോട്ട് പോകരുത്. അങ്ങനെ ചിന്ത വരുന്നവരെ എന്ത് ചെയ്യണം? പ്രൈസ് ലോർഡ്. കർത്താവ് പറയാ എന്താ ചെയ്യേണ്ടതെന്ന്. എന്താണ് അവിടെ പറയുന്നത്? യോഹന്നാൻ 14:1 അവിടെ പറയാണ്, യു ബിലീവ് ഇൻ ഗാഡ്, പ്രൈസ് ലോർഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. പ്രൈസ് ലോർഡ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, ഒരു ഭൂമി ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, സമുദ്രങ്ങളെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളെ, സകല ചരാചരങ്ങളെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ബിലീവ്, ആ ദൈവത്തിൽ വിശ്വസിക്കുക. ആലറിയ ആ ദൈവത്തിന്റെ മകനാണ് ഞാൻ, ആ ദൈവമാണ് എൻ്റെ പിതാവ്, എനിക്ക് ഒരു കുഴപ്പം വരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ ഉറക്കുക. ഹല്ലേലൂയ. ബിലീവ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. 2 യേശു കർത്താവ് പറയാ പോരാ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? ബിലീവ് ഇൻ മീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മീ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശവും ഭൂമിയും ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. അത് മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ പാർത്തത്? ഞാനല്ലേ നിങ്ങളുടെ ഇടയിലൂടെ നടന്ന് രോഗികളെ സൗഖ്യമാക്കിയത്? ഞാനല്ലേ നിങ്ങളുടെ ഇടയിലൂടെ നടന്ന് കാറ്റിനെ ശാസിച്ചത്, കടലിനെ അടക്കിയത്, തിരമാലകളിൽ നിങ്ങളെ വിടുവിച്ചത്? ഞാനല്ലേ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നപ്പോൾ ഹല്ലേലൂയ അപ്പത്തെ വർദ്ധിപ്പിച്ച് നിങ്ങളെ തൃപ്തിപ്പെടുത്തി കൊട്ടക്കണക്കിന് ബാക്കി തന്ന് മടക്കി വീട്ടിലേക്ക് അയച്ചത്? ഞാനല്ലേ രാത്രി മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാതെ നിങ്ങൾ നിങ്ങളുടെ അധ്വാനം എല്ലാം വെറുതെയായി, രാത്രി മുഴുവനുള്ള നിങ്ങളുടെ കഠിനാധ്വാനം മുഴുവൻ വെറുതെയായി എന്ന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാനല്ല നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വലയിട്ടിട്ട് നിങ്ങളുടെ പടക് നിറയുവോളം തീർന്നില്ല, കൂടെയുള്ളവരുടെ പടക് മുങ്ങുമാറ് നിങ്ങൾക്ക് മത്സ്യത്തെ തന്നത് ഞാനല്ലേ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴിയാത്തത് വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ബിലീവ് ഇൻ മീ, എന്നിലും വിശ്വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം എതിരായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ വചനം? ശക്തിയോടെ ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആലറിയ 1, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാനായിട്ട് അനുവദിക്കാൻ പാടില്ല. 2, ദൈവത്തിൽ വിശ്വസിക്കുക. 3, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ, ഇന്നും വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന, ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്തൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു വേറെ ഗൗരവമുള്ള, അല്ലെങ്കിൽ യേശു നമുക്ക് കഠിനമായിട്ടുള്ളതൊന്നും പറയുന്നില്ല. യേശു ഹല്ലേലൂയ നമ്മുടെ എല്ലാം തരാനോ, യേശു നമ്മുടെ എല്ലാം വിൽക്കാനോ, യേശു നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളെ കൊണ്ട് അസാധ്യമായിട്ടുള്ള ശാരീരിക പ്രവൃത്തി ചെയ്യാനൊന്നും യേശു നമ്മളോട് പറയുന്നില്ല. യേശു ജസ്റ്റ് നമ്മളോട് പറയാണ്, ബിലീവ് ഇൻ മീ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതെന്തൊരു ഭാഗ്യമുള്ള ജീവിതമാണ്. ദൈവത്തിൽ വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് ഹൃദയം കലങ്ങാൻ അനുവദിക്കാറ്. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ ട്രബിൾ ചെയ്യുന്നു, നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പല സാഹചര്യങ്ങളുണ്ട്, പക്ഷെ അനുവദിക്കരുത്. അതിനെ ജയിക്കണം. നിങ്ങളൊരു ജയാളിയാണ്. നിങ്ങൾക്ക് സാഹചര്യത്തെ ജയിക്കാൻ പറ്റും. എല്ലാം നമ്മുടെ വിരലിനിടയിലൂടെ ഉതിർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. എല്ലാം അവസാനിക്കുകയാണെന്ന് തോന്നും. ഇല്ല. അവസാനം, ആൽഫ, ഒമേഗ, ആദ്യം അന്തോ എല്ലാം ഒരാളാ, യേശു. അതിപ്പോഴും യേശുവിനെ വിളിക്കണം, യേശുവിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നൊരു കർത്താവ് പറയാണ്, ഹല്ലേലൂയ, in my father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. ഹല്ലേലൂയ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അവിടെ പറയണം, എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു കർത്താവ് പറയാണ്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവിടെ സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. Praise the Lord. And if I go and prepare a place for you, I'll come again and receive you to myself,
that where I am there you may be also. യേശു കർത്താവ് എന്നിട്ട് പറയാണ്, എന്താണ് പറഞ്ഞത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കർത്താവ് പറയാണ്, എൻ്റെ പിതാവിന്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അത് റെഡിയായി കഴിഞ്ഞാൽ, if it is prepared, hallelujah, if I go and prepare a place for you, I'll come again. Hallelujah. ഞാൻ പോയിട്ട് സ്ഥലമെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ, സ്ഥലമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ, യേശു കർത്താവ് പറയാണ്, ഞാൻ വീണ്ടും വരും. ഞാൻ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോമസിനോട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് എവിടേക്കെന്ന് നിങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ, തോമസ് പറയാണ്, ഹല്ലേലൂയ, എന്താണ് പറഞ്ഞത്? കർത്താവ്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. യേശു കർത്താവ് ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. പിതാവിന്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? ഞാൻ പോയിട്ട് ഹല്ലേലൂയ, അവിടെ നിങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ തോമസ് പറയാണ്, ഹല്ലേലൂയ, നീ അങ്ങ് പോകുന്നത് എവിടോട്ടാന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എവിടോട്ടാണ് പോകേണ്ടത് എന്ന് അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകളെ കേൾക്കുന്നവരായി എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. അവിടേക്ക് കർത്താവ് നമ്മളെ വിളിക്കുക, അവിടേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പോകേണ്ട സ്ഥലം എവിടെയാണ്? പിതാവ് ഇരിക്കുന്ന സ്ഥലം, പിതാവ് ഒരുക്കിയ ഭവനം, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്കായും എനിക്കായും അനേക വാസസ്ഥലങ്ങളെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു കർത്താവ് ഹല്ലേലൂയ കൃപയാൽ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ യേശു കർത്താവ് വരും. നമുക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നമുക്കുള്ള വിളി വരും. എന്തിനു വേണ്ടി? അവനോട് ചേർക്കപ്പെടാൻ. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് പറയാണ്, എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം യേശു ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഞാനും ഇരിക്കണമെന്നാണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് യേശു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. പിതാവിന്റെ വലതുഭാഗത്ത് നമ്മളെ ഇരുത്തുവാൻ വേണ്ടി യേശു വീണ്ടും വരും, അല്ലെങ്കിൽ വിളി നമുക്ക് വരും. ഇതിലേതാണ് ആദ്യം സംഭവിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഹല്ലേലൂയ, എന്ന് നമ്മൾ അറിയണം. തോമസ് പറയാണ്, അങ്ങ് എങ്ങേക്കാണ് പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ യേശുവിന്റെ മറുപടി കേട്ടോ. യേശു പറയാണ്, ഹല്ലേലൂയ, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കർത്താവ് പറയാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നമുക്ക് പോകേണ്ട സ്ഥലം പിതാവിന്റെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭവനം ഇവിടെയല്ല, നമ്മളിവിടെ പരദേശികളാണ്. നമ്മൾ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകാനുള്ളവരാണ്. ആ പോകാനുള്ള വഴി യേശു കർത്താവാണ്. ഹല്ലേലൂയ. പോകാനുള്ള സത്യം യേശു കർത്താവാണ്. ഹല്ലേലൂയ. അവിടേക്ക് എത്തുവാനുള്ള ജീവൻ നമുക്ക് നൽകുന്നത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, ഉടനെ ഫിലിപ്പോസ് പറയാണ്, യേശു പറയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇനി 10ാമത്തെ വാക്യത്തിൽ പറയാണ്, പ്രൈസ് ദി ലോർഡ്, പിതാവ്, യേശു പറയാം, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. ഹല്ലേലൂയ. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ യേശു കർത്താവ് ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ പ്രവർത്തിച്ചതെല്ലാം ദൈവമാണ്, പ്രവർത്തിച്ചതെല്ലാം പിതാവാണ്. എങ്ങനെയാണ് പിതാവ് പ്രവർത്തിച്ചത്? പുത്രനിൽ വസിച്ച് പുത്രനിലൂടെ പിതാവ് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പിതാവും പുത്രനും പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നിങ്ങളുടെയും എന്റെയും ഉള്ളിൽ പിതാവ് വന്ന് വസിക്കും, നിങ്ങളുടെയും എന്റെ ഉള്ളിൽ പുത്രൻ വന്ന് വസിക്കും, നിങ്ങളുടെയും എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കും. നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആഗ്രഹം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഈ ഭൂമിയിലെ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആലരിയ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഓരോ കുടുംബത്തിലും കയറി വരിക, ഈ ഭൂമിയിലെ ഓരോ ഗ്രാമത്തിലും കടന്നു വരിക, ഈ ഭൂമിയിലെ ഓരോ പട്ടണത്തിലും കടന്നു വരിക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം എങ്ങനെയാണ് അവിടെ വരുന്നത്? ദൈവം അവിടേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെയും എന്റെയും ഉള്ളിലൂടെയാണ്. ഹല്ലേലൂയ. ആദ്യം അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? യേശു നമ്മുടെ ഉള്ളിൽ വരും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. നാം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പിതാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. ഹല്ലേലൂയ. പിന്നെ നാം പോകുന്നിടത്തല്ല, നാം സംസാരിക്കുമ്പോഴല്ല നമ്മളല്ല സംസാരിക്കുന്നത്, പിതാവും പുത്രനും നമ്മുടെ അധരങ്ങളിലൂടെ സംസാരിക്കും. നാം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും തനിച്ചല്ല, മറിച്ച് എന്താണ്? അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിലൂടെ അവിടെ സന്നിഹിതരാവുകയാണ്. ഹല്ലേലൂയ. എന്തു വലിയൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ എന്ന ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവം നമ്മുടെ ശരീരത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ മേൽ, നമ്മുടെ ആത്മാവിൽ ഇറങ്ങി വന്ന് വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളായിരിക്കുന്ന സ്ഥലം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ഒരു സ്ഥലമായി മാറണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ള സ്ഥലമാണ് സ്വർഗം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സ്വർഗീയമായ അനുഭവങ്ങളെ പകരുവാൻ, സ്വർഗീയമായ അന്തരീക്ഷത്തെ ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. പാപത്തിന്റെ വഴികൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം ഉപേക്ഷിച്ച് കളയണം. ജഡീകമായിട്ടുള്ള പിന്മാറ്റത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം നോ എന്ന് പറയണം, അതിനെല്ലാം ഉപേക്ഷിച്ച് കളയണം. പിന്നീട് എന്ത് ചെയ്യണം? ആത്മാവിൽ നിറയണം. ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങളിൽ സ്തോത്രം വരണം. നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ എന്താണ് അനുഭവം എന്നറിയോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ അദ്ദേഹത്തിന് സ്വർഗത്തെ കുറിച്ചുള്ള ദർശനമുണ്ടായപ്പോൾ അദ്ദേഹം സ്വർഗത്തെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഹല്ലേലൂയ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഇദ്ദേഹം കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എങ്ങനെയാണ്? കെരൂബുകൾ, സെറാഫുകൾ എല്ലാം ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്താണ്? പരിശുദ്ധൻ 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുന്നത്. ഹോളി 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 എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം സ്വർഗീയ മണ്ഡലത്തിൽ കണ്ടത്. ഹല്ലേലൂയ. സ്വർഗം എവിടെ വരുമോ അവിടെ എപ്പോഴും സ്തുതികൾ ഉണ്ടാവും. അവരുടെ അധരങ്ങളിൽ നിന്ന് ഓ പരിശുദ്ധൻ 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 എന്ന അവരുടെ അധരങ്ങൾ ഉച്ചരിക്കാനിടയാകും. അവര് പോലും അറിയത്തില്ല അവർ ദൈവത്തെ സ്തുതിക്കുന്നത്, അവര് പോലും അറിയത്തില്ല അവർ ദൈവത്തെ വാഴ്ത്തുന്നത്, അവര് പോലും അറിയത്തില്ല അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നടക്കുന്നത്. കാരണം എന്താ? ദൈവ സാന്നിധ്യം അവരിൽ വന്നു, യേശുവിന്റെ സാന്നിധ്യം അവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു വഴിയാണ്, യേശു സത്യമാണ്, യേശു ജീവനാണ്. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. യേശുവിൽ പിതാവ് വസിച്ച് യേശുവിലൂടെ പ്രവർത്തിച്ചതുപോലെ ഈ 2021 2021 ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ എന്റെ ഉള്ളിൽ വന്ന് നമ്മളിലൂടെയാണ്. നമ്മളിലൂടെ യേശു രോഗികളെ സൗഖ്യമാക്കും, നമ്മളിലൂടെ തകർന്നവരുടെ മുറിവുകളെ കെട്ടും, നമ്മളിലൂടെ ഉടഞ്ഞുപോയവരെ തകർന്നുപോയവരെ പണിയും. നമ്മളിലൂടെ ദൈവം അനേക ജീവിതങ്ങളെ നേരെയാക്കും. നമ്മളിലൂടെ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മളിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ദൈവത്തിന്റെ ഒരു ചാനലായി മാറും, നമ്മൾ ദൈവത്തിന്റെ ഒരു ഉപകരണമായി മാറും. ഹല്ലേലൂയ. നമ്മൾ പോലും അറിയാറ്
നമ്മൾ ദൈവാലോചന പറയുന്നവരായി മാറും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ദൈവേഷ്ടം ചെയ്യുന്നവരായി മാറും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നവരായി മാറും. ഹല്ലേലൂയ. അതെല്ലാം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അതിങ്ങനെ ഹല്ലേലൂയ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ വാഴുവാൻ അനുവദിക്കുന്നതിലൂടെയാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അധികാരമെടുക്കുവാൻ അനുവദിക്കുന്നതിലൂടെയാണ്. അതിനുവേണ്ടിയിട്ട് കർത്താവ് നിങ്ങളെ എന്നെ വിളിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, യോഹന്നാൻ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ സാഹചര്യം പോലെ പലതവണ എല്ലാവരും വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് വായിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സന്തോഷകരമായ ഒരു കാര്യം നമ്മൾ കേട്ടില്ലേ? നമുക്ക് വേണ്ടി പിതാവിന് ഭവനത്തിൽ ഹല്ലേലൂയ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാൻഷൻസ് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വലിയ കൊട്ടാരങ്ങൾ ഒരുക്കുന്നുണ്ട്. റെഡിയായി കഴിയുമ്പോൾ യേശു വരും നമ്മളെ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഈ ഭൂമി ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം, സാരമില്ല. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ വലിയ മാൻഷൻസ് ഒരുക്കുന്നുണ്ട്, വലിയ ഭവനങ്ങൾ ഒരുക്കുന്നുണ്ട്, വലിയ കൊട്ടാരങ്ങൾ ഒരുക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ കൈകളിലെ ഉപകരണമാണ്, ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിയാൻ പോവാം. കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോവാം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വിരോധമില്ലെങ്കിൽ എവിടെയാണ് അവിടെ നിന്ന് കണ്ണുകളൊക്കെ നടച്ചാട്ടെ. ഒരു നിമിഷം ഒന്ന് കർത്താവിന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. പറഞ്ഞാട്ടെ, യേശുവേ അങ്ങാണ് എൻ്റെ വഴി, യേശുവേ അങ്ങാണ് എൻ്റെ സത്യം, യേശുവേ അങ്ങാണ് എൻ്റെ ജീവൻ. ഹല്ലേലൂയ. പിതാവേ അവിടെ നിന്നിൽ വന്ന് വസിക്കണമേ. പുത്രനായ യേശുവേ അവിടെ നിന്നിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ അവിടെ നിന്നിൽ വന്ന് വസിക്കണമേ. എന്നിലൂടെ സംസാരിക്കണമേ, എന്നിലൂടെ പ്രവർത്തിക്കണമേ, എന്നിലൂടെ ജനത്തോട് ലോകത്തോട് ഇടപെടണമേ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദി. കടവാക്കളെ കേൾക്കുന്ന ഈ സഹോദരി സഹോദരന്മാരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ അവരെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടണമേ. പിതാവിന്റെ അത്ഭുത സാന്നിധ്യം ഈ അനുഗ്രഹീത സഹോദരങ്ങളുടെ മേൽ തകർന്നു മുടഞ്ഞും നുറുങ്ങിയുമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങി വരുമാറാകണമേ. അവർക്ക് അനേക സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്തെല്ലാം യേശു ഇറങ്ങി വന്ന് ജയം നൽകുമാറാകണം, വിടുതൽ നൽകുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പ്രായമായവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ അസ്ഥികൾ ബലപ്പെടട്ടെ, അവരുടെ ഞരമ്പുകൾ ബലപ്പെടട്ടെ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, അവർ ബൈബിൾ വായിക്കുന്നവരായി മാറട്ടെ, ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും, മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബത്തെയും പരിപാലിക്കണമേ. പുതിയ കുടുംബങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർക്കുമാറാകണം, പുതിയ ആത്മാക്കളെ ഞങ്ങൾക്ക് തെരുമാറാകണം, ദേശത്ത് ഞങ്ങൾക്ക് തെരുമാറാകണമേ. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കും, കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഇവിടെയുള്ള അധികാരികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പോലീസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, എല്ലാ ഗവൺമെന്റിന്റെ മെഷീനറി വർക്ക് ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവർക്ക് സമാധാനം നൽകണമേ, സ്വസ്ഥത നൽകണമേ, ജ്ഞാനവും വിവേകവും നൽകുമാറാകണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയിൽ നിന്ന്, അതിന്റെ ആക്രമണങ്ങളിൽ നിന്ന്, അതിന്റെ ഘോരമായ വിപത്തിൽ നിന്ന് ദേശത്തെ കരുണയാൽ കൃപയാൽ വിടിവിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരുമിച്ച് നമുക്കായിരിക്കാൻ കർത്താവ് ഭാഗ്യം നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞങ്ങളെ ദയവായി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു. നമുക്കിനി വൈദ്യുതി സൂം മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.